കെ സി വേണുഗോപാൽ ഉടൻ തന്നെ രമേശ് ചെന്നിത്തലയെ കാണാൻ ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്. ഉടൻ തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ രാവിലെ 7-8 മണി മുതൽ വരാൻ തുടങ്ങിയ നേതാക്കന്മാരാണ്. ഉള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് എപ്പോഴേക്ക് ഈ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ എത്തിച്ചേരുമെന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ പുറത്തു നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും എന്നുള്ള ഒരു വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ നേരത്തെ രമേശ് ചെന്നിത്തലയുടെ വീടിന് മുന്നിൽ നിന്ന് ഷീജ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മാധ്യമങ്ങളെ ഒഴിവാക്കിയുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എപ്പോഴായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളത് പോലും നമുക്ക് ഇപ്പോൾ നമ്മുടെ മുന്നിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തതയില്ല. പക്ഷേ അല്പസമയത്തിനകം തന്നെ ഇവിടുന്ന് കെ സി വേണുഗോപാൽ ഇവിടുന്ന് ഇറങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ പല നേതാക്കൾ ഇവിടെയുണ്ട്. ഈ 46 MLA-മാരുടെ പിന്തുണ ലഭിച്ചിട്ടുള്ള ഈ കെ സി പക്ഷം ഇനി അടുത്ത 5 വർഷത്തെ ഈ അദൃശ്യനായ മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ ആയിരിക്കുമോ ഇനി പെരുമാറാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള വലിയ ചോദ്യങ്ങൾ തന്നെ. ഈ മന്ത്രിസഭ മൊത്തത്തിൽ തൻ്റെ കയ്യിലേക്ക് ഒതുക്കാനുള്ള അല്ലെങ്കിൽ ചരടുവലി തൻ്റെ കയ്യിൽ ഒതുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ കെ സി പോകുന്നതായി നമുക്ക് സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു തെറ്റുമില്ല. കാരണം അത് പ്രത്യക്ഷത്തിൽ തന്നെ നടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇന്ന് രാവിലെ മുതൽ കെ സിയുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. വലിയ തരത്തിലുള്ള ഒരുപാട് MLA-മാരും നേതാക്കന്മാരും ഒക്കെ വന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. പലരും ഒരുപാട് നേരം സംസാരിച്ചതിന് ശേഷമാണ് വരുന്നത്. KPCC പ്രസിഡന്റ് അടക്കമുള്ളവർ സംസാരിച്ചതിന് ശേഷമാണ് വരുന്നത്. അതെല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങി കെ സിക്ക് കൃത്യമായ പിന്തുണ അർപ്പിക്കുന്നുണ്ട്. കെ സിയെ വലിയ തരത്തിൽ വലിച്ചു കീറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട്. അത് VD പക്ഷത്തിന് വലിയ തരത്തിലുള്ള പരോക്ഷമായ ഒരു വിമർശനവും പുറത്തിറങ്ങുന്ന ഓരോ നേതാക്കന്മാരും മാധ്യമങ്ങളോട് പറയുന്നുണ്ട് എന്നുള്ളതും അതിൽ പ്രസക്തം തന്നെയാണ്. മനു.